Namaskaram guys, this is Nishant Raghunath from Kaidu and welcome to a new video from my study cracking income tax. Right, ഈ വീഡിയോയിൽ നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വി ആർ സ്റ്റാർട്ടിംഗ് ഓഫ് എ വെരി ന്യൂ കോൺസെപ്റ്റ്. ഇത്രയും പഠിച്ച ടോപ്പിക്സിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായൊരു ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആൻഡ് ദാറ്റ് ചാപ്റ്റർ ഇസ് കോൾഡ് ക്ലബിംഗ് ഓഫ് ഇൻകം. ബട്ട് ബിഫോർ വി ഗോ ടു ക്ലബിംഗ് ഓഫ് ഇൻകം നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്താ പഠിച്ച് നിർത്തിയ എന്നുള്ളതൊന്ന് സമറൈസ് ചെയ്യാം. ഓക്കെ, സോ where are we currently? So currently we are at the computation of gross total income. നമ്മൾ 5 heads ഉണ്ടെന്നുണ്ടോ. So we have income from salaries ഉണ്ട്. It's not income from salaries, it's വെറും salaries. It is income from house property, income from HP, short for house property, പിന്നെ PGBP അല്ലേ, പിന്നെ capital gains, and finally income from other sources, IFOs. ഈ ഇൻകം എന്നുള്ളത് ഈ രണ്ട് ഹെഡിനെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇൻകം ഫ്രം PGBP. ഒരിക്കലും ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്ന്നോ ഇൻകം ഫ്രം സാലറീസ്ന്നോ പറയരുത്. അതിൻ്റെ ആവശ്യമാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ സെക്ഷൻസ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ സാലറീസ് 15 തൊട്ട് 17 വരെ, ഹൗസ് പ്രോപ്പർട്ടി 22 to 27, PGBP is from 28 to 44, this is 45 to 55, and finally this is 56 to 59. ഈ സെക്ഷൻസിൽ നമ്മൾ എന്താ കണ്ടേ? ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ഇൻകം വല്ലതും വരികയാണെങ്കിൽ എങ്ങനെ അതിനെ കമ്പ്യൂട്ട് ചെയ്യണം? ഇപ്പോൾ സാലറീസിൻ്റെ സെക്ഷൻ 15 നോക്കി അറിയാം എങ്ങനെ അത് കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളത് 22 to 27 നോക്കി അറിയാം. PGBP എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളത് 28 to 44 നോക്കി അറിയാം. അപ്പോൾ ഓരോ ഹെഡിലും ആ ഒരു വ്യക്തിക്ക് വരുന്ന ഇൻകം, അതിപ്പോൾ ഒരു എസ്എസ്സിക്ക് ഒരു പെർട്ടിക്കുലർ ഇൻകം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം, അതാണ് നമ്മൾ കണ്ടത് അല്ലേ. സോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താ? ഒരു എസ്എസ്സിക്ക് വരുന്ന ഇൻകം അല്ലേ, ആ എസ്എസ്സിക്ക് വരുന്ന ഇൻകം. സോ ഞാൻ എൻ്റെ യൂട്യൂബ് ക്ലാസ്സൊക്കെ ഭയങ്കര ഹിറ്റായി, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നു. അതെങ്ങനെ എനിക്ക് വരുന്ന ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം? അല്ല, എനിക്ക് എൻ്റെ പ്രാക്ടീസിങ് ഫേം ഉണ്ട്, എൻ്റെ ഫേമിൽ എനിക്ക് കിട്ടുന്ന പ്രൊഫഷണൽ ഇൻകം അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളത് PGBP എനിക്ക് കാണാം അല്ലേ. സോ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഇൻകം ഏണിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നു. സോ ലെറ്റ് ദാറ്റ് വ്യക്തി ബി ആൻ എസ്എസ്സി. ആ വ്യക്തിയുടെ ഇൻകം ഏണിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നു. യെസ്, അങ്ങനെ ആ വ്യക്തിക്ക് ഇൻകം അറൈസ് ആവുന്നു, അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്രൂ ആവുന്നു, വാട്ട് ആർ ദ ടേംസ്. റിസീവ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ടാക്സിൻ്റെ ടേംസിൽ കമ്പ്യൂട്ട് ചെയ്യണം, അതാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകണം എന്താ അറിയോ? there is one person. ഓക്കെ, ഈ വ്യക്തിയുടെ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ കണ്ടു. Now there is another person. This person is also earning some income. ഇയാളുടെ കയ്യിലും കുറച്ച് ഇൻകം ഉണ്ട്. അത് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണ്ട, മറിച്ച് ഒരു പ്രത്യേക രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാളുടെ കയ്യിൽ ടാക്സ് ചെയ്യണ്ട, ഈ ഇൻകത്തിനെ ഈ വ്യക്തിയുടെ കയ്യിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ വ്യക്തിക്ക് ഒരു ഇൻകം ഉണ്ടാവുമല്ലോ, ആ വ്യക്തിയുടെ ഇൻകം അതിൻ്റെ കൂടെ ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇൻകം പ്ലസ് അനദർ ഇൻകം. So this is Mr. A, this is Mr. B. Mr. Aയുടെ ഇൻകമാണ് ഇൻകം A. Mr. A has to pay tax for income A. But not just for that, Mr. A has to pay tax for income earned by Mr. B also. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? വേറൊരാളുടെ ഇൻകം അസസിയുടെ കൈക്കൊണ്ട് ടാക്സ് ചെയ്തു. That is, the income earned by Mr. B was clubbed along with the income of Mr. A. And Mr. A has to bring about a computation of total income. എങ്ങനെ? എയുടെയും ബിയുടെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് എന്നിട്ട് അതിന് രണ്ടിനും കൂടെ ഒരുമിച്ച് ടാക്സ് പേ ചെയ്യണം. മനസ്സിലായോ? സോ ക്ലബിംഗ് ഇസ് നത്തിങ് ബട്ട് എ പ്രൊസീജിയർ wherein income earned by one person, പേജ് മാറിപ്പോയി, income legally earned by one person, one person is clubbed in the total income of another person. അതാണ് ക്ലബിംഗ്. ഒരാളുടെ കയ്യിൽ, ഞാനിപ്പോൾ എൻ്റെ ഇൻകത്തിന് മാത്രമല്ല ടാക്സ് പേ ചെയ്യുന്നത്, വേറൊരാളുടെ ഇൻകത്തിനും കൂടെ ടാക്സ് വേണ്ടി വരുന്നു. അത് വേറൊരാളുടെ ഇൻകം എൻ്റെ ഇൻകമായി കാണിച്ച് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു. മനസ്സിലായോ? സോ അതാണ് ക്ലബിംഗ്. സോ വി ജസ്റ്റ് സോ വാട്ട് ഇസ് ക്ലബിംഗ്. It's a process of including another person's income in assessee's total income. ഇപ്പോൾ ഞാനാണ് അസസ് എങ്കിൽ എൻ്റെ ടോട്ടൽ ഇൻകത്തിൽ വേറൊരാളുടെ ഇൻകം കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന പരിപാടിയാണ് ക്ലബിംഗ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ തരാം.
എൻ്റെ ഒരു അസറ്റ് ഉണ്ട്. സോ എന്തെങ്കിലും ഒരു അസറ്റ്, ഇപ്പോൾ ഒരു അസറ്റ് എടുക്കുകയാണെങ്കിൽ സേ ലെറ്റ് ഇറ്റ് ബി ഒരു ഇൻകം, ഒരു ക്യാപിറ്റൽ അസറ്റ്, ഇൻകം ഏർണിംഗ്, എനിക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഷെയർ ഇൻട്രസ്റ്റ് ഇൻകം ഒരു സെക്യൂരിറ്റി എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഈ സെക്യൂരിറ്റി, സോ ഇങ്ങനെ എഴുതാം, ലെറ്റ് മീ ഗോ ഡൗൺ, ദർ ഇസ് വൺ പേഴ്സൺ, ലെറ്റ് ദാറ്റ് ബി മീ. എനിക്ക് ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. ഈ ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് എനിക്ക് എപ്പോഴും ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇൻകം കണ്ടിന്യൂസ് ആയി കിട്ടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഈ ക്യാപിറ്റൽ അസറ്റ് എടുത്തിട്ട്, ഇതെൻ്റെ സ്പൗസ്, ഓക്കെ, ദിസ് ഇസ് മീ. ഈ ക്യാപിറ്റൽ അസറ്റിന് എൻ്റെ സ്പൗസിൻ്റെ പേരിലേക്ക് മാറ്റി, ക്യാഷ് ഒന്നും മേടിച്ചില്ല, ഫ്രീ ആയിട്ട് മാറ്റി. അപ്പോൾ എന്തു പറ്റി, ഈ ഇൻകം ഞാൻ ഏൺ ചെയ്യോ? ഇല്ല അല്ലേ, എനിക്കിനി കിട്ടില്ല. കാരണം എന്താ, ഈ ക്യാപിറ്റൽ അസറ്റ് തന്നെ എൻ്റെ നിന്ന് ഇല്ലാണ്ടായിപ്പോയി. ഈ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഓണർഷിപ്പ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് അല്ലേ. അപ്പോൾ ഇൻകം എവിടെ നിന്നാണ് വരിക? ഇത് ഇവിടെ നിന്ന് എവിടേക്കല്ല, എവിടെ നിന്നല്ല, എങ്ങോട്ടേക്ക് വരിക? ഇത് ഇങ്ങോട്ട് പോകും. എൻ്റെ സ്പൗസ് ഇസ് ഏർണിംഗ് ഹിസ് ഇൻകം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് എന്തിനാ ചെയ്തേ? ഞാനത് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ടോട്ടൽ ഇൻകം, സോ ഐ വിൽ ഹാവ് മൈ ടോട്ടൽ ഇൻകം വിച്ച് വുഡ് ഹാവ് ഹാഡ് ദി ഇമ്പാക്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻകം. ഈ ഇൻകം രണ്ടാമതായിരുന്നു. സോ എൻ്റെ ഇൻകം ഒരു 9,75,000 നിൽക്കുകയാണ്. ഈ ഇൻകം ഇസ് ഒരു 3 lakhs. ഓക്കെ, അപ്പം ഇതും കൂടെ വരികയാണെങ്കിൽ എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായി? 12,75,000 രൂപ അല്ലേ. 10 ലക്ഷത്തിന് മുകളിലായി. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് 30% ടാക്സ് ലാബിലേക്ക് ഞാൻ കിടക്കും അല്ലേ. പക്ഷേ ഈ ഇൻകം ഇല്ലെങ്കിൽ ഞാൻ 30% ടാക്സ് ലാബിലേക്ക് കിടക്കുമോ? ഇല്ല, ഞാൻ 9,75,000 നിൽക്കണേ, 10 ലക്ഷത്തിന് താഴെയല്ലേ ഇൻകം. അപ്പം ഞാൻ ഈ 3 ലക്ഷം എടുത്ത് എൻ്റെ സ്പൗസിൻ്റെ പേരിലേക്ക് എത്തി. സോ എൻ്റെ സ്പൗസിൻ്റെ ടോട്ടൽ ഇൻകം ഇസ് ഒരു 6 lakhs കിടക്കുക. ആ 6 lakhിനോട് 3 lakh കയറിയാലും കുഴപ്പമില്ല, 10 ലക്ഷത്തിന് താഴെയാണ് ടോട്ടൽ ഇൻകം കിടക്കണേ, 9 ഉള്ളൂ അല്ലേ. അപ്പോൾ 30% ടാക്സ് ലാബ് വരില്ല അല്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻകത്തിനെ ചെറുതായിട്ടൊന്ന് വേറെ സൈഡിലേക്ക് തട്ടിയത്. കാരണം എൻ്റെ കയ്യിൽ ആ ഇൻകം ആണെങ്കിലും എൻ്റെ സ്പൗസിൻ്റെ ഇൻകം ആണെങ്കിലും ഇവൻച്വലി ഇറ്റ്സ് കമ്മിങ് ടു മൈ ഹോം അല്ലേ, എൻ്റെ വീട്ടിൽ തന്നെയാണ് വരുന്നത്. സോ ഐ ഡിഡ് എ ട്രാൻസ്ഫർ ഓഫ് എൻ അസറ്റ്. ഞാൻ ഈ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു എങ്ങോട്ടെങ്കിലും സ്പൗസിൻ്റെ പേരിലേക്ക്. ആൻഡ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ദിസ് ഇൻകം ഓൾസോ ബീങ് ട്രാൻസ്ഫർ ടു മൈ സ്പൗസ്. കറക്റ്റ്. സോ ജനറലി എപ്പോഴും ഓർക്കുക, ജനറലി ആൻ അസസി ഈസ് ഓൾവേസ് ടാക്സ് ഫോർ ദെയർ ഓൺ ഇൻകം. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഉടായ്പകൾ നടക്കുമ്പോൾ ഇൻകം ടാക്സ് കണ്ടുപിടിച്ച് ഓരോ ആൾക്കാർ ചെയ്യാനുണ്ടെങ്കിൽ എന്തോ പരിപാടിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇത് ഇൻകം ടാക്സ് അറിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് എന്ത് ചെയ്തു, ഈ ക്ലബിങ്ങിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നു 60 to 64. അവിടെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ വരേണ്ട ഇൻകം വേറൊരാളുടെ കയ്യിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുള്ളൂ, എന്ത് ചെയ്യും, ആ ആളുടെ കയ്യിൽ ഇൻകം വന്നോട്ടെ, അയാൾ തന്നെ ലീഗലി റിസീവ് ചെയ്തോട്ടെ, ആ വ്യക്തിയുടെ ബാങ്കിലേക്കോ എങ്ങോട്ടൊക്കെ വെച്ചാൽ പോയിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ അയാളെ കൊണ്ട് ടാക്സ് പേ ചെയ്യിക്കില്ല. അയാളെ ഞങ്ങൾ 6 ലക്ഷത്തിൽ തന്നെ നിർത്തും. എന്നിട്ട് ആ 3 ലക്ഷം ഇവിടെ തന്നെ കൊണ്ടുവന്നിടും. നിങ്ങൾ 9,75,000 12,75,000 തന്നെ ടാക്സ് വേണ്ടി വരും. മനസ്സിലായോ? യെസ്. സോ ഈ ഒരു ട്രാൻസ്ഫറിങ് പരിപാടി, 3 ലക്ഷത്തിനെ ഇവിടെ പോയ 3 ലക്ഷത്തിന് ഇവിടെ നിന്ന് എടുത്തത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പരിപാടി, അതിനെയാണ് ക്ലബിംഗ് എന്ന് വിളിക്കുന്നത്. അത് ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് സെക്ഷൻസ് 60 to 64 കൊണ്ടുവന്നു. ഓക്കെ, യെസ്. സോ ദാറ്റ്സ് ദി ബേസിക് ഇൻട്രഡക്ഷൻ ഓഫ് വൈ വി നീഡ് ക്ലബിംഗ് ഓർ ഹൗ ക്ലബിംഗ് ഇസ് ഡൺ. സോ വൈ? ടു പ്രിവെന്റ് ടാക്സ് ഇവേഷൻ. ആൻഡ് ഹൗ ആർ വി ഡൂയിങ് ഇറ്റ്? with the help of sections 60 to 64 അല്ല 60 to 65. ആക്ച്വലി 64 വരെ ഉള്ളൂ. 65 ബേസിക് ഒരു ജസ്റ്റ് ഒരു തിയറിറ്റിക്കൽ ഏരിയ മാത്രമേ ഉള്ളൂ. അവിടെ കാര്യമായിട്ട് ക്ലബിങ്ങിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ബട്ട് ആ ക്ലബിങ്ങിൻ്റെ ടോപ്പിക്കിൽ തന്നെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഓരോരോ സെക്ഷൻസ് ആയിട്ട് നോക്കിയാലോ? സോ ലെറ്റ്സ് ക്വിക്ക്ലി ഹെഡ് ടു അവർ നോട്ട്. യെസ്. അപ്പോൾ ആസ് യൂഷ്വൽ വി ഹാവ് എ ചാപ്റ്റർ ബ്ലൂ പ്രിൻറ്റ്. നമ്മുടെ എല്ലാ സെക്ഷൻസും 60 to 65 അവിടെ കിടക്കുന്നുണ്ട്. 60 എന്താണ്, 61 എന്താണ്, 62 എന്താണ്, 63 എന്താണ്, എവറിത്തിങ് ഇസ് മെൻഷൻഡ് ഹിയർ. ഞാനൊരു ബേസിക് ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാനിപ്പോൾ പറഞ്ഞ ഇൻട്രഡക്ഷൻ കിടക്കുന്നത്. ഇഫ് യു വോണ്ട് യു ക്യാൻ പോസ് ദ വീഡിയോ, ടേക്ക് ഡൗൺ. ഇതാണ് നോട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ ഇത്. ഐ എം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് ടൈം വേസ്റ്റിംഗ് റീഡിങ് ഇറ്റ്. റൈറ്റ്. അപ്പോൾ 60 സെക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ സെക്ഷൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണും 60 to 65 ആണല്ലോ ഉള്ളത്. പക്ഷേ വി വിൽ നോട്ട് ബി ലേണിംഗ് ഇൻ ദ സെയിം ഓർഡർ. നമ്മളിങ്ങനെ ആയിരിക്കില്ല പഠിക്കുന്നത്. നമ്മൾ ആദ്യം 60 പഠിക്കും, അത് കഴിഞ്ഞിട്ട് 61, 62, 63 ഇല്ലേ, അത് നമ്മൾ 63 പഠിക്കും. 63 പഠിച്ചാലേ 61, 62 പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 60 ഫസ്റ്റ്, ദെൻ 63, പിന്നെ 61, 62. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ 64 പഠിക്കും. 64 എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ, അത് പഠിക്കും.
Right. So that's how we'll be proceeding. We'll start off with section 60, and 60 is a case where clubbing is done when there is no transfer of assets. ഞാൻ തൊട്ടും പറഞ്ഞ എക്സാമ്പിളിൽ എൻ്റെ ഒരു ക്യാപിറ്റൽ അസറ്റല്ല ട്രാൻസ്ഫർ ചെയ്തത്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇൻകം അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. പക്ഷേ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പം എന്താ നോക്കാം. ഹിയർ ഇൻകം ഇസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫ്രം വിച്ച് ഇൻകം അറൈസസ്. സോ അസറ്റ് ഉണ്ട്, അസറ്റ് കൈമാറ്റം ചെയ്ത് എൻ്റെ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഇൻകത്തിനെ മാത്രം ട്രാൻസ്ഫർ ചെയ്തു, അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ such transferred income shall be included and taxed in the hands of transferor. So പെട്ടെന്ന് പറയുകയാണെങ്കിൽ there is one person, there is another person. Okay, this person has a capital asset and ഇതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. ക്യാപിറ്റൽ അസറ്റ് ഇയാളുടെ തന്നെ ഇരിക്കുന്നു. ക്യാപിറ്റൽ അസറ്റ് ഇസ് ലോക്ക്ഡ് വിത്ത് ദിസ് പേഴ്സൺ. ബട്ട് ഈ ഇൻകം ഇയാളിൽ നിന്ന് വെട്ടി മാറ്റി ഈ ഇൻകത്തിൻ്റെ ഈ ഇൻകം ഏണിംഗ് എഗ്രിമെൻറ്റിൽ പോയി എഴുതി വെച്ചു, ആ ഇൻകം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടണ്ട, ഇതിങ്ങോട്ടൊക്കെ ഇട്ടോളാൻ. മനസ്സിലായോ? അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ഇൻകം വന്ന് വീഴുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ പാൻ കാർഡിലാണ് ഇൻകം റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ ഇൻകമാണ് ലീഗലി കിടക്കുന്നത്. ബട്ട് ദിസ് ഇൻകം വിൽ ബി ബ്രോട്ട് ബാക്ക് ടു ദിസ് പേഴ്സൺ. ഓക്കെ, അത് ആര് തന്നെയാലും എന്ത് ഇൻകം തന്നെയാലും. സോ സച്ച് ട്രാൻസ്ഫേർഡ് ഇൻകം ഷാൽ ബി ക്ലബ്ഡ് ആൻഡ് ടാക്സ്ഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ട്രാൻസ്ഫറർ. സോ ഇവിടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സെയിം കഥ തന്നെ പറയുന്നത് കുറച്ച് കണ്ടീഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, വി ഹാവ് എൻ അസസി. ഓക്കെ, വി ഹാവ് എൻ അസസി ആൻഡ് ദിസ് അസസി ഹാസ് എൻ അസറ്റ്, ഒരു അസറ്റും ഉണ്ട്. ഓക്കെ, നൗ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് പുട്ട് ദിസ് ആസ് പോയിന്റ് 1. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അസറ്റ് നോട്ട് ട്രാൻസ്ഫേർഡ്. Asset is not transferred. The ownership of the asset remains with the assessee itself. But the income from the asset is transferred. Income from the asset is transferred. Now, ഈ ട്രാൻസ്ഫർ വേണമെങ്കിൽ റിവോക്കബിൾ ആവാം, ഇറിവോക്കബിൾ ആവാം. അത് കാര്യമാക്കണ്ട, just keep these points in mind. അത് റിവോക്കബിൾ ട്രാൻസ്ഫർ ആവാം, ഇറിവോക്കബിൾ ആവാം. കാര്യമാക്കണ്ട, ഡെഫിനേഷൻ നമ്മൾ പഠിക്കും, സെക്ഷൻ 63 പഠിക്കും അത്. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എനിക്കൊരു അസറ്റ് ഉണ്ട്, അസറ്റ് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ വയ്ക്കുന്നു, ഐ എം നോട്ട് ട്രാൻസ്ഫറിങ്, പക്ഷേ എൻ്റെ ഇൻകം ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ദിസ് ഇൻകം വിൽ ബി സബ്ജക്ട് ടു ക്ലബിംഗ് പ്രൊവിഷൻസ് ആൻഡ് വിൽ ബി ബ്രോട്ട് ടു ദി അസസി ഇറ്റ്സെൽഫ് ആസ് പെർ സെക്ഷൻ 60. ഇപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ കിടക്കുന്നുണ്ട്. Mr. X carrying on business declares profit from the business to be transferred to Mr. Y. ഓക്കെ, മിസ്റ്റർ എക്സിൻ്റെ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൽ ലാഭം കിട്ടുന്നുണ്ട്. പക്ഷേ ബിസിനസ്സിൽ പറഞ്ഞു ആ ലാഭം എൻ്റെ ആ പേയ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണ്ട, മറിച്ച് എൻ്റെ ബ്രദറിൻ്റെ പേരിലേക്ക് ഇട്ടാൽ മതി. മനസ്സിലായോ? ബ്രദറിൻ്റെ പേരിലേക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മിസ്റ്റർ എക്സ് ബിസിനസ് വൈയുടെ പേരിലേക്ക് മാറ്റുന്നില്ല, വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അസറ്റ് മാറുന്നില്ല, ഇൻകം മാത്രമേ മാറുന്നുള്ളൂ. Section 60 will be applied and profit received by Mr. Y shall be taxed in the hands of Mr. X. Clear? That is section 60. Alright, so section 60 is done. This is done. Next is 61. Clubbing during revocable transfer of assets. ഇവിടെ asset transfer ഉണ്ട്. Okay? Section 62 എന്താ? Exceptions of clubbing during revocable transfer. അതായത് 61ൻ്റെ exceptions. വേറെ കളറിൽ ഹൈലൈറ്റ് ചെയ്യാൻ. വേറെ 61ൻ്റെ എക്സെപ്ഷൻസ് ആണ് 62. ഓക്കെ, അപ്പോൾ 61ൽ എന്താ പറഞ്ഞത്? ക്ലബിംഗ് ഡ്യൂറിങ് റിവോക്കബിൾ ട്രാൻസ്ഫർ. അപ്പോൾ ഒരു പുതിയൊരു വാക്ക് വന്നു, റിവോക്കബിൾ ട്രാൻസ്ഫർ. അപ്പോൾ ഇപ്പോൾ കണ്ടു, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് കണ്ടു, ഇത് റിവോക്കബിൾ ആണെങ്കിലും അല്ലെങ്കിലും ക്ലബിംഗ് ഉണ്ടാവുന്നു, അല്ലേ? റിവോക്കബിൾ ആണെങ്കിലും അല്ലെങ്കിലും ക്ലബിംഗ് ഉണ്ടാവുന്നു പറഞ്ഞു. അപ്പോൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ, ഇൻകം ഓൺലി ട്രാൻസ്ഫറിങ് ആണെങ്കിൽ, ഇൻകം ഓൺലി ട്രാൻസ്ഫർ ആണെങ്കിൽ റിവോക്കബിൾ ഓർ ഇറിവോക്കബിൾ അറിയേണ്ട ആവശ്യമില്ല, എന്തായാലും ഉണ്ടാവും, ക്ലബിംഗ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ബട്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ റിവോക്കബിൾ ആണെങ്കിൽ ഒരു രീതിയിൽ, ഇറിവോക്കബിൾ ആണെങ്കിൽ വേറെ രീതിയിൽ എന്നാണ്. നമുക്ക് നോക്കിയാൽ എന്താണെന്നുള്ളത്. ലെറ്റ്സ് ചെക്ക്. ബാ, അപ്പോൾ വി ആർ ഗോയിങ് ടു സെക്ഷൻ 61, ക്ലബിംഗ് വെൻ ദെയർ ഇസ് റിവോക്കബിൾ ട്രാൻസ്ഫർ. ബട്ട് റിവോക്കബിൾ 61ലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ റിവോക്കബിൾ അല്ലെങ്കിൽ ഇറിവോക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഓക്കെ, റിവോക്കബിൾ ട്രാൻസ്ഫർ. എ ട്രാൻസ്ഫർ ഷാൽ ബി കൺസിഡർഡ് ആസ് റിവോക്കബിൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എനി പ്രൊവിഷൻ ഫോർ ദ റീട്രാൻസ്ഫർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓഫ് ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി ഇൻകം ഓർ അസറ്റ് ടു ദ ട്രാൻസ്ഫറർ. അതായത് ഞാൻ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഒരു ഐറ്റം ട്രാൻസ്ഫർ ചെയ്തു,
ഇപ്പോൾ ട്രാൻസ്ഫർ അഗ്രിമെൻറ്റിൽ പറഞ്ഞു ഒരു ക്ലോസ് ഞാൻ വെക്കുകയാണ്, ഈ അസറ്റ് ഇന്ന ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെലേക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇന്നത് കഴിയുമ്പോഴത്തേക്ക് അസറ്റ് എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പുറത്തേക്കുള്ള ഓണർഷിപ്പ് തിരിച്ചു തരണം, ഇതിലേക്കുള്ള ഇൻകത്തിൻ്റെ ഓണർഷിപ്പ് എനിക്ക് തിരിച്ചു തരണം, ഇൻകം ഏൺ ചെയ്യാനുള്ള റൈറ്റ് എനിക്ക് തിരിച്ചു തരണം. അത് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കിനാണ് ഇവിടെ പ്രസക്തി. റീട്രാൻസ്ഫറിനുള്ളൊരു എന്തോ വിളിച്ചു വന്നു റീട്രാൻസ്ഫറിനുള്ളൊരു വകുപ്പ് അതിൽ കൊണ്ട് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ അത് റിവോക്കബിൾ ട്രാൻസ്ഫറായി. ഇനി അല്ലെങ്കിൽ റീട്രാൻസ്ഫർ വേണ്ട, ട്രാൻസ്ഫർ ചെയ്യണ്ട, പക്ഷേ ഇറ്റ് ഗിവ്സ് എ ട്രാൻസ്ഫറർ റൈറ്റ് ടു റീ അസ്യൂം പവർ. ബാക്കിയെല്ലാം സെയിം, ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി ഓവർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി ഇൻകം ഓർ അസറ്റ്. അതായത് അസറ്റിനെ റീട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പക്ഷേ ആദ്യം എനിക്ക് തന്നെ തിരിച്ചു തരാം. ഇതിൻ്റെ അവകാശം, ഇത് റൺ ചെയ്യാനുള്ള പവർ, ഇത് ഓൺ ചെയ്യാനുള്ള പവർ എനിക്ക് തരികയാണ്. മനസ്സിലായോ? പവർ തരികയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഒരു ട്രാൻസ്ഫർ അഗ്രിമെൻറ്റിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കത് തിരിച്ച് കിട്ടാനൊരു വകുപ്പ് അതിൽ കൊണ്ട് വെച്ചാൽ അത് റിവോക്കബിൾ ട്രാൻസ്ഫറായി. ഓക്കെ, ഇനി ഇതൊന്നും വെച്ചിട്ടില്ലെങ്കിലോ അതിനെ വിളിക്കുന്ന പേരാണ് എനി അതർ കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ ഇറിവോക്കബിൾ ട്രാൻസ്ഫർ. അത് ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്ക് അത് എനിക്ക് തിരിച്ച് കിട്ടാൻ ഒരു വകുപ്പും എൻ്റെ ട്രാൻസ്ഫർ അഗ്രിമെൻറ്റിൽ വെക്കുന്നില്ല. ഇപ്പോൾ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി ക്ലബിംഗ് എങ്ങനെയാണ് നോക്കാം. ക്ലബിംഗ് ഓഫ് ഇൻകം ഇൻ കേസ് ഓഫ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ക്ലബിംഗ് ഓഫ് ഇൻകം ഇൻ കേസ് ഓഫ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇത്ര ഓർത്താൽ മതി. വെൻ ആൻ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് അണ്ടർ റിവോക്കബിൾ ട്രാൻസ്ഫർ, അത് ഈ റിവോക്കബിൾ ട്രാൻസ്ഫറിലാണ് ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇൻകം ഫ്രം സച്ച് അസറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ക്ലബ്ഡ്. ക്ലബിംഗ് എന്തായാലും നടക്കും. ഇപ്പോൾ വേർ ദർ ഇസ് റിവോക്കബിൾ ട്രാൻസ്ഫർ, എനി ഇൻകം ഫ്രം സച്ച് അസറ്റ് ഷാൽ ഓൾവേസ് ബി ക്ലബ്ഡ്. ക്ലബിംഗ് എന്തായാലും നടക്കും. അപ്പോൾ ഞാൻ റിവോക്കബിൾ ട്രാൻസ്ഫർ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അശ്വക് സാറിന് ഞാൻ ഒരു അസറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഞാൻ അസറ്റ് അങ്ങോട്ട് കൊടുത്തു റിവോക്കബിൾ ട്രാൻസ്ഫർ പ്രകാരം. ഒരു സംശയമില്ല, ആ വ്യക്തി ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിലായിരിക്കും ടാക്സബിൾ ആകുന്നത്. മനസ്സിലായോ? ഒരു സംശയമില്ല. ഓക്കെ, നോ ഡൗട്ട് ദർ, റൈറ്റ്? ഒരു സംശയമില്ലല്ലോ? യെസ്. ഇനി സെക്ഷൻ 62. റിവോക്കബിൾ ആണ് പക്ഷെ ക്ലബിംഗ് വേണ്ട. റിവോക്കബിൾ ആണ്, ക്ലബിംഗ് വേണ്ട. എന്താ കേസ് നോക്കാം. ഇൻ ഫോളോയിങ് കേസസ് ക്ലബിംഗ് ഷാൽ നോട്ട് ബി ആപ്ലിക്കബിൾ ഈവൻ ഇഫ് ട്രാൻസ്ഫർ ഇസ് റിവോക്കബിൾ. റിവോക്കബിൾ ആണ് പക്ഷെ ക്ലബിംഗ് ഇല്ല. ക്ലിയർ? നോക്കാം എന്താണെന്നുള്ളത്. നമ്പർ 1, ട്രാൻസ്ഫർ ബൈ വേ ഓഫ് ട്രസ്റ്റ് ഓർ അതർവൈസ് ആൻഡ് ഇസ് നോട്ട് റിവോക്കബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ബെനിഫിഷ്യറി ഓർ ട്രാൻസ്ഫറി. അതായത് ഞാൻ എൻ്റെ ഇരിക്കുന്ന അസറ്റ് ഒരു ട്രസ്റ്റിന് കൊടുത്തു. ഒരു ട്രസ്റ്റിനോട് പറഞ്ഞു, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ട്രസ്റ്റ് ഉണ്ടാവും, ട്രസ്റ്റി ഉണ്ടാവും, ബെനിഫിഷ്യറി ഉണ്ടാവും, അല്ലേ? അപ്പോൾ ബെനിഫിഷ്യറിക്ക് വേണ്ടിയാണ് ട്രസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ട്രസ്റ്റിനോട് പറഞ്ഞു, ഈ അസറ്റ് വെച്ചോ, എന്നിട്ട് ഞാൻ ഇന്ന പാർട്ടിയുടെ ബെനിഫിറ്റ് വേണ്ടി ഈ അസറ്റ് തരുന്നത്, ഈ അസറ്റിൽ നിന്ന് കിട്ടുന്ന എന്ത് ഇൻകം നിങ്ങളെടുത്തോ, അതിൻ്റെ എൻ്റെ ബെനിഫിഷ്യറിക്ക് വേണ്ടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എനിക്ക് അസറ്റ് തിരിച്ച് തന്നെ, ഞാൻ റിവോക്കബിൾ ആയിട്ടാണ് വെക്കണം, പക്ഷേ എൻ്റെ ഈ ബെനിഫിഷ്യറി ഇല്ലാണ്ടായിട്ട് മതി. അപ്പോൾ അതിലെൻ്റെ ഉദ്ദേശം എൻ്റെ പേരുള്ള ഇൻകത്തിനെ തട്ടിക്കാനോ വെട്ടിക്കാനോ അല്ലല്ലോ, ടാക്സിന് വെട്ടിക്കാനല്ലോ. എനിക്ക് ജെനുവിൻലി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, വേണ്ടപ്പെട്ടൊരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയെ നോക്കുന്നൊരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിനാണ് ഞാൻ കൊണ്ടേ കൊടുത്തത്. എന്നിട്ട് ആ ട്രസ്റ്റിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ വേണ്ടപ്പെട്ട ആളുടെ, എനിക്ക് ആവശ്യമുള്ള ആളുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഈ അസറ്റ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ തന്നാൽ മതിയെന്ന്. അപ്പോൾ എല്ലാ ആവശ്യങ്ങളും കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ വേണ്ടപ്പെട്ട ആളുടെ ലൈഫ് ടൈം കഴിയുന്നത് വരെ, അയാൾക്ക് അസറ്റ് വേണ്ടാണ്ടാവുന്നത് വരെ എനിക്ക് അസറ്റ് വേണ്ട. എന്നിട്ട് ആ വ്യക്തിയുടെ ടൈമിന് ശേഷം അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ഞാൻ ഒരാൾക്ക് എൻ്റെ അസറ്റ് കൊടുത്തു, എൻ്റെ അസറ്റ് കൊടുത്തിട്ട് ഒരു ട്രസ്റ്റിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എൻ്റെ ബെനിഫിഷ്യറിക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ, എൻ്റെ ബെനിഫിഷ്യറിയുടെ മരണത്തിന് ശേഷം തന്നാൽ മതി. അപ്പോൾ അടുത്ത കൊല്ലം ട്രസ്റ്റ് കുറച്ച് ഇൻകം ഉണ്ടാക്കി, എൻ്റെ ഒരു ക്ലബ് ചെയ്യോ? ചെയ്യില്ല. ഈവൻ ദോ റിവോക്കബിൾ ആണ്, ക്ലബ് ചെയ്യില്ല. കാരണം എന്താ, ഞാൻ അഗ്രിമെൻറ്റിൽ എന്താ പറഞ്ഞത്, എൻ്റെ ബെനിഫിഷ്യർ മരിച്ചിട്ട് തന്നായിരുന്നു. അങ്ങനെ 5 വർഷം കൊണ്ട് എൻ്റെ ബെനിഫിഷ്യർ മരിച്ചു. 6ാമത്തെ വർഷം എനിക്ക് അസറ്റ് തിരിച്ചു വന്നു, റിവോക്കബിൾ ആയല്ലോ, ആ റിവോക്കേഷൻ നടന്നു, ക്ലബിംഗ് ഉണ്ടാവില്ല. ഈ 5 വർഷം ഈ ട്രസ്റ്റ് ഓൺ ചെയ്തിരിക്കുന്നതിന് ഒരിക്കലും ക്ലബിംഗ് ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം ഇതേപോലെ തന്നെ ട്രാൻസ്ഫർ വിച്ച് ഇസ് ഇറിവോക്കബിൾ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ദ ട്രാൻസ്ഫറി. ട്രാൻസ്ഫർ വിച്ച് ഇസ് ഇറിവോക്കബിൾ ഇൻ ദ ലൈഫ് ടൈം ഓഫ് ദ ട്രാൻസ്ഫറി. അതായത് ഞാൻ ട്രസ്റ്റ് ഒന്നും കൊടുത്തില്ല, വേറെ ആൾക്ക് കൊടുത്തു, എന്നിട്ട് ആളുടെ തുറന്ന് നിങ്ങളുടെ ലൈഫ് ടൈം കഴിഞ്ഞിട്ടേക്ക് തന്നായിരുന്നു. അപ്പോൾ ലൈഫ് ടൈം വരെ ഒരിക്കലും എന്നെ ടാക്സ് ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? യെസ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ട്രാൻസ്ഫർ മെയ്ഡ് ബിഫോർ 1961 ആൻഡ് നോട്ട് റിവോക്കബിൾ ഫോർ എ പീരിയഡ് എക്സീഡിങ് 6 years. 1961 മുമ്പ് നടത്തിയൊരു ട്രാൻസ്ഫർ. എന്നിട്ട് ആ ട്രാൻസ്ഫറിൽ പറഞ്ഞു 6 വർഷത്തേക്ക് ഇത് റിവോക്കബിൾ അല്ലാന്ന്. 6 വർഷത്തേക്ക് അന്ന് ഒരു ട്രാൻസ്ഫർ റിവോക്കബിൾ അല്ലെങ്കിൽ ഇറിവോക്കബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, ഇറിവോക്കബിൾ ആയിട്ട്. ഇന്ന് ഞാൻ ഒരു ട്രാൻസ്ഫർ വെച്ചു 10 വർഷം കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് റിവോക്കബിൾ ട്രാൻസ്ഫറാണ്. പക്ഷേ അന്ന് ഞാനൊരു ട്രാൻസ്ഫർ വെച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അത് റിവോക്കബിൾ ട്രാൻസ്ഫർ അല്ല. മനസ്സിലായോ? യെസ്. ഇപ്പോൾ ഈ 3 കേസുകളിൽ ഒരിക്കലും ക്ലബിംഗ് നടക്കില്ല.
Okay, in the above cases, the income arising shall be taxed in the hands of the transferee. Transferor കയ്യിലല്ല. Provided the transferor does not derive any benefit from such income. എന്തായാലും വേറെ ആൾക്ക് വേണ്ടി കൊടുത്തിരിക്കല്ലേ. ഇനി when the power to revoke arises, the clubbing provisions shall become applicable. Say ഞാനൊരു ട്രസ്റ്റിന് ആദ്യം പറഞ്ഞ പോലെ there is one person. Okay, there is a trust ഉണ്ട്, and there is a beneficiary. അത് വേറൊരു പേഴ്സൺ. ഞാൻ ക്യാപിറ്റൽ അസറ്റ് ഇങ്ങോട്ട് ട്രസ്റ്റിന് ട്രാൻസ്ഫർ ചെയ്തു. ക്യാപിറ്റൽ അസറ്റ് ആ ട്രസ്റ്റ് ആ ക്യാപിറ്റൽ അസറ്റ് വെച്ച് ഇൻകം ഏൺ ചെയ്തു. വേണ്ടി ഇൻകം ഞാൻ പറഞ്ഞു എനിക്ക് തരണ്ട, മറിച്ച് ഈ ബെനിഫിഷ്യറിക്ക് കൊടുക്കാൻ. ഇനി ബെനിഫിഷ്യറി മരിച്ചു നോക്കിയാൽ, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് റിവോക്കബിൾ ആണ്, പക്ഷേ ഞാൻ റിവോക്ക് ചെയ്തില്ല. അത് അപ്പോഴും ട്രസ്റ്റിനെ തന്നെ ഇരിക്കാം. മരിച്ചതിന് ശേഷം ട്രസ്റ്റിൽ എനിക്ക് ഇരിക്കുക, ട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യേണ്ടത് നോക്കിയാൽ ട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ആ ഇൻകം എൻ്റെ കയ്യിലേക്ക് തന്നെ കൊണ്ട് ടാക്സ് ചെയ്യും. കാരണം ബെനിഫിഷ്യറി ഇല്ലല്ലോ അവിടെ, അപ്പോൾ ആ ഇൻകം എൻ്റെ തന്നെ ടാക്സ് ചെയ്യും. എൻ്റെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ പോലും, ഞാൻ റിവോക്ക് ചെയ്തില്ലെങ്കിൽ പോലും. അതാണ് പറഞ്ഞത്, when the power to revoke arises, the clubbing provisions shall become applicable even if it's not exercised. അതിന് എക്സസൈസ് ചെയ്തില്ല, എൻ്റെ കയ്യിലേക്ക് തിരിച്ച് കൊണ്ടുവന്നില്ല, അങ്ങനെയാണെങ്കിൽ പോലും clubbing will happen. ഇപ്പോൾ 60, 61, 62 done. യെസ്, 60, 61, 62 കഴിഞ്ഞു. ഇപ്പോൾ എപ്പോഴും ഓർക്കുക, റിവോക്കബിൾ ട്രാൻസ്ഫർ ആണെങ്കിൽ മാത്രമാണ് ക്ലബ്ബിംഗ് നടക്കുന്നത്. അസറ്റ് ഉണ്ടെങ്കിൽ ഇൻകത്തിന് റിവോക്കബിൾ നോക്കണ്ട, എന്തായാലും ടാക്സിബിളാണ്. പക്ഷേ അസറ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ റിവോക്കബിൾ ആണെങ്കിൽ മാത്രമേ ക്ലബ്ബിംഗ് നടക്കുള്ളൂ. അത് നടക്കണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ 3 കേസ് ട്രാൻസ്ഫർ ആവരുത്. ഈ 3 കേസിൽ റിവോക്കബിൾ ആണെങ്കിൽ പോലും ക്ലബ്ബിംഗ് ഇല്ല. ഇനി നമ്മൾ മെയിൻ ഏരിയയിലേക്ക് പോകണു. സെക്ഷൻ 64, ഇൻകം ഓഫ് സ്പൗസ്, സൺസ് വൈഫ്, മൈനർ ചൈൽഡ് ആൻഡ് HUF. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്പൗസിൻ്റെ ഇൻകത്തിൻ്റെ ക്ലബ്ബിംഗ് പ്രൊവിഷൻസ് ആക്ടിവേറ്റ് ആവുന്നത്, മകൻ്റെ ഭാര്യയുടെ ഇൻകത്തിൻ്റെ ക്ലബ്ബിംഗ് പ്രൊവിഷൻസ് ആക്ടിവേറ്റ് ആവുന്നത്, മൈനർ ചൈൽഡ് ഉണ്ടെങ്കിൽ മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിൻ്റെ ക്ലബ്ബിംഗ് ആക്ടിവേറ്റ് ആവുന്നതാണ് നമ്മൾ HUFൻ്റെ ഇൻകം ആക്ടിവേറ്റ് ആവുന്നത്. ഇപ്പോൾ ഇവിടെ 4 പാർട്ടീസിൻ്റെ കാര്യം നമ്മൾ പഠിക്കണേ. സ്പൗസ് ഉണ്ട്, സൺസ് വൈഫ് ഉണ്ട്, ആൻഡ് മൈനർ ചൈൽഡ് ആൻഡ് HUF. ഈ 4 പേരുടെ കാര്യം പഠിക്കണേ. ഓക്കെ, അതിൻ്റെ സെക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നല്ല, ഓരോന്നായിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം 64-ലാണ്. ഓക്കെ, എല്ലാം 64-ലാണ്. പിന്നെ ഒരു സിമിലാരിറ്റി ഞാൻ പറഞ്ഞുതരാം. 6414-ഉം 6416-ഉം ഇത് രണ്ടും സെയിം സാധനം തന്നെയാണ്. ആൾ മാറിയെന്നേ ഉള്ളൂ. സ്പൗസ് മാറി സൺസ് വൈഫായി. 6417-ഉം 6418-ഉം സെയിം സാധനം തന്നെയാണ്. ഇവിടെയും സ്പൗസ് മാറി സൺസ് വൈഫായെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാണ് സ്പൗസ്, ഇവിടെ നോക്കിയാണ് സൺസ് വൈഫ്. ആണ് 6414-ഉം 16 തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമുക്ക് 12 വെച്ച് തുടങ്ങിയാലോ. 6412 എന്തത്? ക്ലബ്ബിംഗ് ഓഫ് ഇൻകം അറൈസിംഗ് ടു സ്പൗസ് വെൻ ക്ലബ്ബിംഗ് ഇസ് ഓഫ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ സാലറി. ഇപ്പോൾ 6412, റെമ്യൂണറേഷൻ ഓഫ് സ്പൗസ് ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. റെമ്യൂണറേഷൻ ഓഫ് ദി സ്പൗസ് ക്ലബ്ഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. എന്താ സംഗതി? ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്. വി ഹാവ് എൻ ഇൻഡിവിജ്വൽ. ഇയാൾക്ക് ഒരു കൺസേണിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ സ്റ്റാർ ഇടുകയാണെ. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 20% അതിൽ കൂടുതലോ വോട്ടിംഗ് പവറോ ഷെയർ ആൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്. ഇയാളുടെ സ്പൗസ് ഈ കൺസേണിലെ എംപ്ലോയിയാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? എംപ്ലോയി ആകുമ്പോൾ ആ കൺസേണിൽ സാലറി മേടിക്കുന്നുണ്ട് അല്ലേ? ഇൻകം ടാക്സ് പറയുന്നത് സ്പൗസാണ് ഈ സാലറി ഏൺ ചെയ്യുന്നത്. പക്ഷേ സ്പൗസിൻ്റെ ഈ സാലറി സ്പൗസിൻ്റെ കയ്യിലല്ല, ഇയാളുടെ കയ്യിൽ ടാക്സ് ചെയ്യാൻ. കാരണം ഇൻകം ടാക്സിൻ്റെ അസംഷൻ എന്താ അറിയോ? സ്പൗസിനോട് ജോലി കിട്ടിയത് ഈ വ്യക്തിക്ക് ഈ കൺസേണിലുള്ള പവറിൻ്റെ ബേസിസിലാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് എൻ്റെ ഈ കമ്പനിയുടെ സ്വാധീനത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ജോലി മേടിച്ച് കൊടുക്കുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ ജോലി ചെയ്ത് കാശുണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ മെടുക്കനല്ല, എൻ്റെ ഇൻഫ്ലുവൻസിനാണ്. അപ്പോൾ ആ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം എൻ്റെ കയ്യിൽ ടാക്സ് ചെയ്യണം. മനസ്സിലായോ? എൻ്റെ കയ്യിൽ ടാക്സ് ചെയ്യണം. ക്ലിയർ? അതാണ് ഈ കോൺസെപ്റ്റ്. അപ്പോൾ ഇനി ഓരോരോ പോയിൻ്റായിട്ട് നോക്കാം. സോ അസസി ഈസ് എൻ ഇൻഡിവിജ്വൽ ഹാവിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കൺസേൺ ആൻഡ് ദ സ്പൗസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇസ് എംപ്ലോയിഡ് ഇൻ സച്ച് കൺസേൺ. ഇതൊന്നും മൈൻഡിൽ വെച്ചോ. വിത്തൗട്ട് എനി ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് ഓർ എക്സ്പീരിയൻസ്. അതായത് എൻ്റെ ഭാര്യയ്ക്കുടെ ജോലി കിട്ടി, ആൻഡ് ഉറപ്പാണ് എൻ്റെ ഭാര്യയ്ക്ക് ആ ജോലി കിട്ടാനുള്ള നോളജോ എക്സ്പീരിയൻസോ ഒന്നുമില്ല. എൻ്റെ
ഇൻഫ്ലുവൻസ് തന്നെ കിട്ടിയതാണ് ഇൻകം ടാക്സ് അസ്യൂം ചെയ്യും. പക്ഷേ അല്ല, അക്കൗണ്ടിങ് ജോബിലാണ് എൻ്റെ ഭാര്യ കയറിയത്. എൻ്റെ ഭാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ പിന്നെ മൈ വൈഫ് ഹാസ് ടെക്നിക്കൽ നോളജ്, അല്ലേ, ഹാസ് പ്രൊഫഷണൽ നോളജ്, ഹാസ് എക്സ്പീരിയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ജോലി കിട്ടിയതിൽ ക്ലബ്ബിംഗ് വരില്ല. പുള്ളിക്കാരിയുടെ കഴിവുകൊണ്ട് തന്നെ ജോലി കിട്ടിയെന്നുള്ളത് ഇൻകം ടാക്സ് പറയൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, അത് ടെക്നിക്കൽ നോളജിന് അല്ലാന്നുണ്ടെങ്കിൽ ദ സാലറി ഏൺ ബൈ ദ സ്പൗസ് ഷാൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓക്കെ, കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട് ഇവിടെ. ലെറ്റ്സ് ചെക്ക് വാട്ട് ദ കീ പോയിന്റ്സ് ആർ. ഇഫ് സാലറി സോൾലി ആട്രിബ്യൂട്ടബിൾ ടു ടെക്നിക്കൽ പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ നോളജ് ആണെങ്കിൽ നോ ക്ലബ്ബിംഗ്. ഇപ്പം എൻ്റെ വൈഫ് സ്കില്ലോടുകൂടി കയറിയെങ്കിൽ നോ ക്ലബ്ബിംഗ്. ഇനി വെരി വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, വേർ ബോത്ത് ദ സ്പൗസസ് ഹാവ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. രണ്ടുപേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ആൻഡ് രണ്ടുപേർക്കും അവിടുന്ന് സാലറി കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരുടെ ക്ലബ് ചെയ്യും? വെരി വെരി ഇൻട്രസ്റ്റിംഗ്. സച്ച് ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ സ്പൗസ് whose total income excluding such substantial clubbing is higher. പറഞ്ഞുതരാം എന്താണ്. So there is Mr. A and Mr. Aയുടെ വൈഫ് and there is the business. ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സേ എ ഹാസ് എ ടോട്ടൽ, എക്കും എയുടെ റിലേറ്റീവ്സിന് അതാണ് സബ്സ്റ്റാൻഷ്യൽ സ്റ്റാർ ഇടാൻ പറഞ്ഞില്ലേ. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് സെൽഫിൻ്റെ പേരിലല്ല നോക്കേണ്ടത്. വെൻ യു ചെക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് യു ചെക്ക് ഇറ്റ് ഓൺ ദ ബേസ് ഓഫ് യുവർ സെൽഫ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ആരുടെയൊക്കെ നോക്കണം? സ്വന്തം എത്ര പവർ അതിൻ്റെ അകത്തുണ്ട്. സേ എക്ക് ഒരു 15% ഉണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ആയില്ലല്ലോ. പക്ഷേ എയുടെ മാത്രമല്ല നോക്കണ്ടേ, സെൽഫ് എടുക്കണം, സ്പൗസിൻ്റെ എടുക്കണം, നമ്മുടെ സിബ്ലിങ്സിൻ്റെ എടുക്കണം, നമ്മുടെ പേരൻസിൻ്റെ എടുക്കണം, നമ്മുടെ പേരൻസ് അല്ല അസെൻഡൻസ് ആൻഡ് ഡിസെൻഡൻസ് ഇടാം, അസെൻഡൻസ് ആൻഡ് ഡിസെൻഡൻസ് എടുക്കണം. അപ്പോൾ ഇതാണ് എ എങ്കിൽ എക്ക് 15% ഉള്ളത്. ഓക്കെ, എയുടെ വൈഫ് ഇസ് ബി, ബിക്ക് 2% ഉള്ളത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ. പക്ഷേ എയുടെ അച്ഛന് ഒരു 4% ഉണ്ട്, അമ്മയ്ക്ക് ഒരു 1% ഉണ്ട്, എയുടെ ബ്രദറിന് ഒരു 6% ഉണ്ട്, എയുടെ വൈഫിൻ്റെ ഫാദറിന് ഒരു 12% ഉണ്ട്, എയുടെ വൈഫിൻ്റെ മദറിന് ഒരു 10% ഉണ്ട്, എയുടെ വൈഫിൻ്റെ സിസ്റ്ററിന് ഒരു 5% ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നോക്കുക? എയുടെ നോക്കുമ്പോൾ ആരുടെയൊക്കെ ആഡ് ചെയ്യണമെന്നറിയോ? എയുടെ എടുക്കണം, സ്പൗസിൻ്റെ എടുക്കണം. അപ്പം എയുടെ എടുക്കുമ്പോൾ ഏസ് കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ എയുടെ എത്രയുണ്ട്? 15. എയുടെ വൈഫിൻ്റെ എത്രയുണ്ട്? 2%. എയുടെ ഫാദർ, എയുടെ മദർ, അവർ രണ്ടുപേരും എടുക്കണം. 4%, 1%. എയുടെ ബ്രദർ എത്രയുണ്ട്? 6%. ഇനി ബീസ് കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിലോ, ബിക്ക് എത്രയുണ്ട്? 2%. ബിയുടെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബിയുടെ ഹസ്ബൻഡിനെ എടുക്കണം അല്ലേ. എയുടെ എടുക്കണം 15%. ബിയുടെ ഫാദറിനെ മദറിനെ എടുക്കണം. ഫാദറിന് എത്രയുണ്ട്? ബിയുടെ 12%. മദറിന് എത്രയുണ്ട്? 10%. സിസ്റ്ററിനെ എടുക്കണം 5%. മനസ്സിലായോ? ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എക്ക് എത്രയുണ്ട്? 15 + 2 17 + 4 21 + 1 22 22 + 6 28%. തീർച്ചയായിട്ടും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോ 2 + 15 17 + 12 29 + 10 39 + 5 44%. കാരണം ബിക്കുണ്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. രണ്ടുപേർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ എക്ക് 28%, ബിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 44% ഉണ്ട്. അതിന് ഇവർ രണ്ടുപേരും ഇതിന് സാലറി കാണിയുണ്ട്. രണ്ടുപേർക്കും സാലറി പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആരുടെ കയ്യിൽ ക്ലബ് ചെയ്യും? ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം വൈഫിൻ്റെ കയ്യിൽ മതി, കാരണം വൈഫിനല്ലേ കൂടുതൽ പവർ, വൈഫിൻ്റെ കയ്യിൽ മതി. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക ബിഫോർ ക്ലബിങ്. ഈ ക്ലബിങ് നടക്കുന്നതിന് മുമ്പ് ഇവർക്ക് എത്ര ഇൻകം ഉണ്ട് നോക്കുക. എയുടെ ഇൻകം നോക്കിയപ്പോൾ ഒരു 24 ലക്ഷം, ബിയുടെ ഇൻകം നോക്കിയപ്പോൾ ഒരു 19 ലക്ഷം, ബിയുടെ അല്ല വൈഫിൻ്റെ ഇൻകം നോക്കിയപ്പോൾ. അങ്ങനെയെങ്കിൽ ബിയുടെ സാലറിയും എയുടെ സാലറിയും ഇവിടെ ടാക്സ് ചെയ്താൽ മതി. കാരണം എന്താ? ക്ലബിങ്ങിന് മുമ്പ് എക്കായിരുന്നു ഇൻകം കൂടുതൽ. അപ്പം ക്ലബിങ്ങിന് മുമ്പ് ആർക്കാണോ ഇൻകം കൂടുതൽ ആ ആളുടെ കയ്യിൽ വേണം ടാക്സ് ചെയ്യാൻ, ആ ആളുടെ കയ്യിൽ വേണം ക്ലബ് ചെയ്യാൻ. ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിക്കട്ടെ. അത് where both the spouses have substantial interest and both are in receipt of salary income, such income will be clubbed in the hands of the spouse whose total income excluding such clubbing is higher. അപ്പോൾ ക്ലബ് ചെയ്യുന്നതിന് മുമ്പ് ആർക്കാണ് കൂടുതൽ ഇൻകം ഉള്ളത്? അയാളുടെ കയ്യിൽ
ടാക്സ് ചെയ്യും. ഇനി ഒരിക്കലും ഒരാളുടെ കയ്യിൽ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് കണ്ടിന്യൂ സോ. പിന്നെ അടുത്ത കൊല്ലം നോക്കുമ്പോൾ അടുത്ത കൊല്ലം ആകുമ്പോഴും ഇതേപോലെ തന്നെ വൈഫിൻ്റെ ഇൻകം ഹസ്ബൻഡിൻ്റെ ക്ലബ് ചെയ്യും. അതിൻ്റെ അടുത്ത കൊല്ലം തന്നെ. പക്ഷേ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എയുടെ ഇൻകം ഒന്ന് കുറഞ്ഞു. എയുടെ ഇൻകം 12 ലക്ഷമായി, ബിയുടെ ഇൻകം 30 ലക്ഷമായി. അപ്പോൾ ബിയുടെയല്ലേ ക്ലബ് ചെയ്യേണ്ടത്, കാരണം ടോട്ടൽ ഇൻകം ബിയുടെയല്ലേ ഇൻഡിവിജ്വലി കൂടുതൽ. പക്ഷെ അല്ല, എയുടെ തന്നെ ക്ലബ് ചെയ്യും. ഇത് ഒരു തവണ ഒരാളുടെ ക്ലബ് ചെയ്ത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ അസസിങ് ഓഫീസർ വന്ന് പറയണം മാറ്റ് ബിയുടെയിലേക്ക് ആക്കുന്നുള്ളത്. ഓക്കെ. ഇനി വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സേ ഇഫ് ബോത്ത് ദ സ്പൗസസ് ഡസ് നോട്ട് ഹാവ് എനി അതർ ഇൻകം. ഇവർക്ക് ഈ ഒരു ഇൻകം മാത്രമേ ഉള്ളൂ നോക്കി, വേറെ ഇൻകം ഇല്ല, വേറെ ടോട്ടൽ ഇൻകം ഒന്നുമില്ല, ആകെ ഈ സാലറി മാത്രമേ ഇവർക്കുള്ളൂ ഇൻകമായിട്ട്, വേറെ ഇൻകമേ ഇല്ല. അങ്ങനെയെങ്കിൽ ക്ലബിങ് ഉണ്ടാവില്ല. ഈ ഒരൊറ്റ ഇൻകമാണ് 2 പേർക്കുള്ളതെങ്കിൽ, ഈ ഒരു ഇൻകം മാത്രമാണ് 2 പേർക്കുള്ളതെങ്കിൽ നോ ക്ലബിങ്. ക്ലിയർ? യെസ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 20% ഓർ മോർ ഇക്വിറ്റി ഹോൾഡിംഗ്, 20% ഓർ മോർ ഷെയർ ഇൻ പ്രോഫിറ്റ്. അത് നോക്കുമ്പോൾ സ്വയം അല്ല എടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ചെക്ക് ഫോർ സെൽഫ്, സ്പൗസ്, സിബ്ലിങ്സ്, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ. അങ്ങനെയാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് നോക്കാൻ. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഇസ് 64(1)(2). മനസ്സിലായല്ലോ? ഇപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ, അസി ഉണ്ട്, അസിക്ക് സ്പൗസ് ഉണ്ട്. അസിക്ക് ആണെങ്കിൽ ഒരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, സ്പൗസ് ആണെങ്കിൽ കമ്പനി ജോലി ചെയ്യാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അസസിയുടെ കയ്യിലായിരിക്കും ക്ലബ് ചെയ്യുക. അല്ലെങ്കിൽ സ്പൗസിൻ്റെ കഴിവുകൊണ്ട് കിട്ടിയ ജോലിയായിരിക്കണം എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്, അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് സ്പൗസ്. നെക്സ്റ്റ്, അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു സ്പൗസ്. അത് അസസിയുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം എന്താ നോക്കുന്നത്, ഇൻഡിവിജ്വൽ ഉണ്ട്, ഇൻഡിവിജ്വൽ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഹൈലൈറ്റ്, അതിന് കാശൊന്നും മേടിക്കുന്നില്ല. ആൻഡ് നോട്ട് ടു ലിവ് അപ്പാർട്ട്, ഡിവോഴ്സ് ആവാനല്ല. ഓക്കെ. അങ്ങനെയെങ്കിൽ ഓൾ ഇൻകം അറൈസിംഗ് ഫ്രം സച്ച് അസറ്റ് ഷാൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ സബ്ജക്ട് ടു ഫോളോയിങ് കണ്ടീഷൻസ്. 1, അസറ്റ് ഹൗസ് പ്രോപ്പർട്ടി ആവരുത്. കാരണം ഹൗസ് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ സെക്ഷൻ 27 വരാം. സെക്ഷൻ 27 ഡീംഡ് ഓണർ. 2, റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ ആൻഡ് അറ്റ് ദി അക്രൂവൽ ഓഫ് ഇൻകം. എല്ലാം ഡീറ്റെയിൽ ചെയ്ത് തരാം കേട്ടോ. 3, ട്രാൻസ്ഫർ ഡിവോഴ്സായി പോയിട്ട് ലിവ് അപ്പാർട്ട് ചെയ്യാനല്ല. 4, ക്ലബിംഗ് ആപ്ലിക്കബിൾ ഈവൻ ഇഫ് ദർ ഇസ് ചേഞ്ച് ഇൻ ഐഡന്റിറ്റി ഓഫ് ദി അസറ്റ്. പറയാനല്ല, ഞാൻ പറഞ്ഞുതരാം. ദി സെക്ഷൻ ഇസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദ ട്രാൻസ്ഫർ ഇസ് എൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൽ മാത്രമായിട്ട് ക്ലബിങ്ങിൻ്റെ പരിപാടി മൊത്തം സംഭവിക്കുന്നത്. ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോരോ പോയിന്റ് പറയാം. സോ വി ഹാവ് ആൻ ഇൻഡിവിജ്വൽ അസസി. ഈ വ്യക്തി ഒരു അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് ദിസ് ഇസ് അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി. കാരണം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 27 ആക്ടിവിറ്റി ആവുക. ഇത് ആർക്കാ ട്രാൻസ്ഫർ ചെയ്തത്? ടു ദ സ്പൗസിനാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ. ആൻഡ് ഈ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് ഇസ് ഫോർ ഇൻഅഡ്വക്വേറ്റ് കൺസിഡറേഷൻ, തക്കതായിട്ടുള്ള പ്രതിഫലത്തിനല്ല നടന്നേക്കണേ. ഓക്കെ. ആൻഡ് ഈ ട്രാൻസ്ഫർ നടന്നേക്കുന്നത് ഇസ് നോട്ട് ടു ലിവ് അപ്പാർട്ട്. അത് ഡിവോഴ്സായിട്ട് പിരിഞ്ഞ് മാറി താമസിക്കാനും അല്ല. അങ്ങനെയെങ്കിൽ എനി ഇൻകം ഫ്രം സച്ച് അസറ്റ് വിൽ ബി ക്ലബ്ഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അപ്പോൾ ആളുടെ സ്പൗസിന് ഒരു അസറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഈ വ്യക്തി അതിൻ്റെ ഇൻകം ഏൺ ചെയ്തു. ഒന്നും അറിയണ്ട, ഈ ഇൻകം ഇതിവിടെ ഒന്ന് ക്ലബ് ചെയ്യും. പക്ഷേ ഇവർ രണ്ടും പിരിഞ്ഞു, സ്പ്ലിറ്റായെങ്കിൽ ഈ ഇൻകം ക്ലബ് ചെയ്യില്ല, ഇവിടെ തന്നെ ടാക്സബിൾ ആവും. അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുണ്ട്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അന്ന് ഇവർ റിലേറ്റഡ് അല്ല, മാരീഡ് അല്ല. അന്ന് ഇവർ മാരീഡ്, ബിഫോർ മാരേജ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തേ. എന്നിട്ട് അസറ്റിൻ്റെ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇവർ ഇറിലേറ്റഡായി. അപ്പോൾ ഈ വ്യക്തി ഇൻകം ഏൺ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഈ ഇൻകം ഒരിക്കലും ഇങ്ങോട്ട് ക്ലബ് ആവില്ല. കാരണം ഇത് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഇവർ ഭാര്യ ഭർത്താവല്ല. മനസ്സിലായി? ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ദേ ആർ നോട്ട് റിലേറ്റഡ് ബൈ മാരേജ്, ദേ ആർ നോട്ട് ലീഗലി ബൗണ്ട് ബൈ മാരേജ്. അപ്പോൾ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? അവർ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഇൻകം ഏൺ ചെയ്യുന്ന സമയത്തും നിർബന്ധമായും ദേ ഷുഡ് ബി റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ദേ ഷുഡ് ബി റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ വെൻ ഇൻകം ഇസ് ഏൺഡ്,
വെൻ ഇൻകം ഇസ് അങ്ങനെയല്ല, ആദ്യം പറഞ്ഞ അസറ്റ് വെൻ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ആൻഡ് ഇൻകം ഇസ് ഏൺഡ്, ഈ രണ്ട് ഡേറ്റുകളിലും ദേ ഷുഡ് ബി റിലേറ്റഡ്. ഇപ്പൊ കല്യാണത്തിന് മുമ്പ് കൊടുത്ത അസറ്റ് ആണെങ്കിൽ പിന്നെ ഒരിക്കലും ക്ലബിംഗ് വരില്ല. യെസ്, കുറച്ച് കീ പോയിന്റ്സ് നോക്കാം. ക്ലബിംഗ് ഷാൽ ഓൾസോ ബി ആപ്ലിക്കബിൾ ഇൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് to any person or AOP for inadequate consideration where any income such as it is for the immediate deferred benefit of the individual spouse. When the transfer is made for inadequate consideration, clubbing of income shall be on the basis of such inadequacy. അതായത് പറഞ്ഞുതരാം, ഒരു വ്യക്തി അയാളുടെ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന അസറ്റ് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണിന് കൊടുത്തു, എൻ്റെ സ്പൗസിന് വേണ്ടി ബെനിഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെയെങ്കിൽ പോലും ക്ലബ് ചെയ്യും. അത് സ്പൗസിനല്ല കൊടുക്കുന്നത്, വേറൊരു പാർട്ടിക്കാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഇൻകം ഫ്രം asset transfer is clubbed, but income on accretion of the ഇപ്പം ഞാൻ എൻ്റെ വൈഫിന് ഒരു അസറ്റ് കൊടുത്തു, ആ അസറ്റ് പുള്ളിക്കാരി കയ്യിൽ വെച്ച് അതിൽ നിന്ന് നല്ല ഇൻകം നേടി. ഓക്കെ, ഞാൻ അസറ്റ് കൊടുത്തു, എൻ്റെ സ്പൗസിന് അതിൽ നിന്ന് ഇൻകം കിട്ടുന്നു. ഓക്കെ, നല്ല ഇൻകം കണ്ടിന്യൂസ്ലി ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻകം തീർച്ചയായിട്ടും എന്തെങ്കിലും ക്ലബ് ചെയ്യുമല്ലോ, ഒരു സംശയമില്ല. അതിനെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻകത്തിന് അക്രിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻകത്തിന് അക്രിഷൻ എന്നല്ല, അസറ്റിന് ഇൻകം അക്രിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്ലബിംഗ് നടക്കില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എ ട്രാൻസ്ഫേഴ്സ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ടു സ്പൗസ് മിസ് ബി. ദ റെന്റൽ ഇൻകം ഏൺഡ് ബൈ മിസ് ബി ഷാൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. മിസ്റ്റർ എ ഒരു പ്ലോട്ട് ഭൂമി മിസ് ബിക്ക് കൊടുത്തു. അപ്പോൾ ആ മിസ് ബിക്ക് അതിൽ നിന്നുന്ന റെന്റ് തീർച്ചയായിട്ടും ക്ലബ് ചെയ്യും. പക്ഷേ മിസ് ബി ഈ റെന്റൽ ഇൻകം രണ്ടാമത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് സെക്യൂരിറ്റീസ് മേടിച്ചു. പുള്ളിക്കാരി ആ കിട്ടിയ ഇൻകത്തിനെ ഇമ്പ്രൂവ് ചെയ്തു. ആണ് ഇൻകം അക്രീഷൻ എന്ന് പറയുന്നത്. ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ വേറെ സെക്യൂരിറ്റീസ് മേടിച്ചിട്ട് ആ സെക്യൂരിറ്റീസിൽ നിന്ന് ഇൻട്രസ്റ്റ് ഡിവിഡൻ്റ് ഒക്കെ കിട്ടി. അതൊരിക്കലും എയുടെ കയ്യിൽ ക്ലബ് ചെയ്യില്ല. അതെപ്പോഴും ബിയുടെ കയ്യിൽ തന്നെയായിരിക്കും ക്ലബ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അസറ്റ് കൊടുത്തു, ഒറിജിനൽ അസറ്റ് കൊടുത്തു, ആ അസറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകമാണ് ക്ലബ് ചെയ്യുക. ഇനി അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഡെവലപ്പ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് വേറെ ഇൻകം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ക്ലബ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ് ക്ലബ് ചെയ്യാത്തത്? അത് മിസ് ബിയുടെ കഴിവുകൊണ്ടല്ലേ സെക്യൂരിറ്റീസ് മേടിച്ചത്. മിസ് ബിയുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ നോളജ് കാരണമാണല്ലോ ഇൻകം കിട്ടാൻ തുടങ്ങിയത് അല്ലേ? അതുകൊണ്ട് യെസ്, വേർ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ബൈ ദി അസസി ടു ദ സ്പൗസ് ആൻഡ് ദ സ്പൗസ് ഇൻവെസ്റ്റ് ജസ്റ്റ് ആസ് ഫോളോസ്. ഓക്കെ, മിസ്റ്റർ എ ബിക്ക് വൈഫിന് അസറ്റ് കൊടുത്തു. ആ വൈഫ് ആ അസറ്റ് കൊണ്ടിട്ട് ഒരു ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫേമിൽ കൊണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, എന്നിട്ട് ഇൻട്രസ്റ്റും കിട്ടി. അങ്ങനെയെങ്കിൽ എനി ഇൻകം അറൈസിങ് ഫ്രം സച്ച് ഫർദർ ട്രാൻസ്ഫർ ഷാൽ അട്രാക്ട് ക്ലബിംഗ്. ഇപ്പോൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ് ഇങ്ങനെ പറയാം, ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം. സോ ദിസ് ഇസ് വൈഫ്, ദിസ് ഇസ് ഹസ്ബൻഡ്. തിരിക്കാം നമുക്ക്. ഓക്കെ, വൈഫ് ഹസ്ബൻഡിനൊരു 3 lakh ക്യാഷ് കൊടുത്തു. നോ ഹസ്ബൻഡ് ടുക്ക് ദിസ് 3 lakh, ആഡഡ് ഹിസ് ഓൺ 2 lakh, ആൻഡ് രണ്ടും കൂടെ മൊത്തം 5 ലക്ഷം ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ ബിസിനസ്സിൽ നിന്നും ഹസ്ബൻഡിന് ഒരു 20,000 വേണം, 2 lakh ഇൻകം 2 lakh ഇൻകം കിട്ടി കഴിഞ്ഞ കൊല്ലം. ഓക്കെ, 2 lakh ഇൻകം കിട്ടി. 2 lakh ഇൻകം കിട്ടാനുള്ള കാരണം എന്താ? ഈ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ? പക്ഷേ 5 ലക്ഷത്തിൽ 3 ലക്ഷം സത്യം പറഞ്ഞാൽ ആരുടെ? വൈഫിൻ്റെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ 2 lakh കിട്ടിയത് 5 lakh നിന്നാണ്. 2 lakh കിട്ടി നമുക്ക് 5 lakh നിന്നാണ്. പക്ഷെ അതിൽ 3 lakh വൈഫിന് ഉടുപ്പുണ്ടായിരുന്നു അല്ലേ? അപ്പം എന്താ സംഭവിക്കുക? 2 lakh into 3/5 will go here. അപ്പോൾ 2 lakh into 3/5 എന്ന് പറയുമ്പോൾ 1.2 lakhs. 1.2 lakhs will definitely be clubbed in the hands of the wife. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, പ്രൊപ്പോർഷനേറ്റഡ് ആ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാധനം വൈഫിൻ്റെ കൊണ്ട് ക്ലബ് ചെയ്തു, അത്രേ ഉള്ളൂ സംഗതി. ഇനി വേർ ദി അസറ്റ് ഇസ് ഫർദർ ട്രാൻസ്ഫർഡ് ബൈ ദി എസ് സി, ഇനി ക്യാപിറ്റൽ ഗെയിൻ ഷാൽ ഓൾസോ ബി ക്ലബ്ഡ്. പ്ലോട്ട് ലാൻഡ് ആണല്ലോ മിസ്റ്റർ എ ബിക്ക് ഇവിടെ കൊടുത്തത്. മിസ് ബി ആ പ്ലോട്ട് ലാൻഡ് അങ്ങോട്ട് വിറ്റു, ക്യാപിറ്റൽ ഗെയിൻ വരും. ക്യാപിറ്റൽ ഗെയിൻ വരികയാണെങ്കിൽ മിസ്റ്റർ എയുടെ ടാക്സ് ചെയ്തത്. ഇൻ ദ ഫോളോയിങ് കേസസ് നോ ക്ലബിംഗ്. എപ്പോഴാണ്? അസറ്റ് ട്രാൻസ്ഫർഡ് ബിഫോർ മാരേജ്. ഞാൻ നേരത്തെ പറഞ്ഞു, അസറ്റ് ആ ട്രാൻസ്ഫർഡ് ഫോർ അഡ്വക്കേറ്റ് കൺസിഡറേഷൻ, പ്രോപ്പറായിട്ടുള്ള പ്രതിഫലത്തിനാണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത്, ക്ലബിംഗ് വരില്ല. അസറ്റ് ട്രാൻസ്ഫർഡ് ഫോർ കണ്ടീഷൻ ടു ലിവ് അപ്പാർട്ട്, ഡിവോഴ്സ് ആവാനായിട്ട്. ഓക്കെ, ഇഫ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്രൂവൽ ഓഫ് ഇൻകം റിലേഷൻഷിപ്പ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇൻകം കിട്ടുന്ന ദിവസം ഈ റിലേഷൻഷിപ്പ് ഇല്ല അല്ലെ? മാരേജ് ഡേറ്റിലും ട്രാൻസ്ഫർ ഡേറ്റിലും ഇൻകം ഏർണിംഗ് ഡേറ്റിലും റിലേഷൻഷിപ്പ് വേണം. ഇഫ് പ്രോപ്പർട്ടി ഇസ് അക്വയർഡ് ബൈ സ്പൗസ് ഫ്രം പിൻ മണി. ഓക്കെ, ഇതെന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഡെറഗേറ്ററി ആയിട്ടുള്ള പരിപാടിയാണ്. അത് ഭർത്താവ് ഭാര്യയ്ക്ക് പോക്കറ്റ് മണി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് പോക്കറ്റ് മണി കൊടുത്തുകൊണ്ടിരിക്കണം ഇന്നത്തെ
ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പരിപാടി എവരിബഡീസ് ഏർണിംഗ് ഫോർ ദംസെൽസ്, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പോക്കറ്റ് മണി കൂട്ടി വെച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പോയിട്ട് അസറ്റ് അങ്ങോട്ട് മേടിച്ചു. ആ അസറ്റിൽ നിന്ന് ഇൻകം വന്നു കഴിഞ്ഞാൽ പറയില്ല അത് ഭർത്താവ് എന്ന ക്യാഷിന് മേടിച്ച് പോക്കറ്റ് മണിക്ക് മേടിച്ചാലേ, ഭാര്യ എന്ന ക്യാഷിന് ആ പോക്കറ്റ് മണിക്ക് മേടിച്ചാലേ ക്ലബ് ചെയ്യണ്ടേ, അത് ഇൻകം ടാക്സ് പറയില്ല. പോക്കറ്റ് മണി കൊടുത്ത് മേടിച്ചാണെങ്കിൽ നോ ക്ലബിങ് അറ്റ് ഓൾ. ഓക്കെ, യെസ്, ദാറ്റ്സ് ഓൾ ഫോർ സെക്ഷൻ 64(1)(4). ക്രോസ് ട്രാൻസ്ഫർ എന്നൊരു സ്പെഷ്യൽ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ തൊടുന്നില്ല, അല്ലെങ്കിൽ വരാൻ ഞാൻ. ഇനി 64(1)(6) ഇത് സെയിം സാധനം തന്നെയാണ്, 64(1)(4) തന്നെ. സെയിം പോയിന്റ്സ് ആസ് ആപ്ലിക്കബിൾ ടു ട്രാൻസ്ഫർ ടു സ്പൗസ്. ഓൺലി ചേഞ്ചസ് ഇവിടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, എവിടെ 64(1)(4) ഇതിവിടെ സെക്കൻഡ്, ഇവിടെ വേറെ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് ആൻഡ് അസറ്റ് ടു സ്പൗസ് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ അസറ്റ് ട്രാൻസ്ഫർ സ്പൗസിനല്ല സണ്ണിൻ്റെ വൈഫിനാണ്. പക്ഷേ ദ ട്രാൻസ്ഫർ ഷുഡ് ഹാവ് ബീൻ മെയ്ഡ് ആഫ്റ്റർ 31st May 1993. 31st May 1993 ശേഷമാണ് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ 64(1)(7) ആൻഡ് 64(1)(8). അതും വളരെ സിമ്പിളാട്ടോ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ഈ രണ്ടെണ്ണം. Clubbing of income when asset is transferred to a person for the benefit of the spouse or son's wife. അതായത് സ്പൗസിനോ സൺസ് വൈഫിനോ അസറ്റ് കൊടുക്കില്ല, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണോ. എന്തിന്? സ്പൗസിൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ സ്പൗസിൻ്റെ ബെനിഫിറ്റിനായിട്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻസ്? ഇൻഡിവിജ്വൽ ആയിരിക്കണം, ആൻഡ് ദേ ആർ ട്രാൻസ്ഫറിങ് an asset to a person or AOP. അത് നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഉണ്ടല്ലോ, ദിസ് പോയിന്റ് വേണമെങ്കിൽ സത്യം പറയും പോയിന്റ് ഡിലീറ്റ് ചെയ്താൽ അതിൻ്റെ ആവശ്യമില്ല. സെയിം തിങ് ഇവിടെ ട്രാൻസ്ഫർ an asset to a person or AOP. സൺസ് വൈഫ് ആണെങ്കിൽ ആ ട്രാൻസ്ഫർ May 31st 1973 ശേഷമായിരിക്കണം. ട്രാൻസ്ഫർ ഇസ് മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സ്പൗസ് ഓർ സൺസ് വൈഫ്. ഇപ്പോൾ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്തത്? സ്പൗസിന് അല്ലെങ്കിൽ സൺൻ്റെ വൈഫിൻ്റെ ബെനിഫിറ്റിന്. അങ്ങനെയെങ്കിൽ ആ ഒരു കാര്യം കൂടെ. ആൻഡ് ട്രാൻസ്ഫർ ഇസ് മെയ്ഡ് വിത്തൗട്ട് ഇൻഎഡ്യൂക്കേറ്റ് കൺസിഡറേഷൻ. തക്കതായ പ്രതിഫലത്തിനല്ല ട്രാൻസ്ഫർ നടത്തിയത്. തക്കതായ പ്രതിഫലത്തിനാണ് ട്രാൻസ്ഫർ നടത്തിയെങ്കിൽ പിന്നെ ക്ലബിംഗ് ഒക്കെ വരുമോ? ക്യാപിറ്റൽ ഗെയിൻസ് വരില്ല അവിടെ, ക്ലബിംഗ് ഒന്നും വേണ്ടല്ലോ. അപ്പം അങ്ങനെയെങ്കിൽ ഇഫ് ദി അബോവ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ദി ഇൻകം അറൈസിംഗ് ഫ്രം സച്ച് എ സെറ്റ് shall be clubbed in the hands of the transferor. അപ്പോൾ വ്യക്തി വേറൊരു വ്യക്തി, ഈ വ്യക്തിയുടെ ഇൻകം ദ സ്പൗസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്പൗസ് അല്ലെങ്കിൽ സൺസ് വൈഫ്, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഇൻകം ഇവിടെ ക്ലബ് ചെയ്യണ കാര്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ക്ലബ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മളിപ്പോൾ സാലറി എഴുതി വേണ്ട മുകളിലേക്കോ, നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം എഴുതിയില്ലേ, എവിടെ എഴുതിയതാ? ഓരോന്നിൻ്റെ അമൗണ്ട് ഇങ്ങനെ എഴുതി 5 ഹെഡ്സ് എടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് ക്ലബിംഗ് വരുന്നത് അല്ലേ? ക്ലബിംഗ് ഹാപ്പൻസ് ഫ്രം സെക്ഷൻ 60 to 65. അപ്പോൾ ഒന്ന് ഓർക്കുക, ക്ലബ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്പൗസിൻ്റെ സാലറിയാണ് കൊണ്ടുവന്ന് ക്ലബ് ചെയ്യുന്നതെങ്കിൽ ഇതിവിടെ കൊണ്ടുവന്ന് ക്ലബിംഗ് സാലറി ഓഫ് സ്പൗസ് എന്നും പറഞ്ഞ് ഇങ്ങനെയല്ല എഴുതുക. എങ്ങനെ എഴുതാമെന്നറിയോ? നമ്മുടെ സാലറി നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യില്ലേ, ഇതിവിടെ കമ്പ്യൂട്ട് ചെയ്യില്ലേ? ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ലൈനായിട്ട് ഇതിവിടെ ക്ലബിങ്ങിൻ്റെ സാധനം ഇവിടെ തന്നെ കൊണ്ട് എഴുതും. എന്നിട്ട് ആ സാലറിയുടെ ടോട്ടലാണ് പുറത്തേക്ക് ഔട്ടർ കോളത്തിൽ എഴുതുക. മനസ്സിലായി? ക്ലബിംഗ് ഇസ് ഓൾവേസ് ഡൺ അലോങ് വിത്ത് ദ ഹെഡ്സ്. അല്ലാണ്ട് എല്ലാ ഹെഡിൻ്റെയും കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടല്ല ക്ലബിംഗ് ചെയ്യണം കേട്ടോ. അത് ഓർക്കണേ. ക്ലബിങ്ങും അടുത്ത ചാപ്റ്ററും സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. യെസ്, ഇനി നമ്മൾ പോകുന്നത് സ്പൗസിൻ്റെയും സൺസ് വൈഫിൻ്റെയും കാര്യം കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മൈനർ ചൈൽഡിൻ്റെ ഇൻകം അത് എങ്ങനെയാണ് ക്ലബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ലെറ്റ്സ് ചെക്ക്. റൈറ്റ്, the following points are to be considered while computing income of a minor child. When computing total income of an individual, all such income of their minor child shall be clubbed in their hands after allowing for an exemption of 1,500 per child under section 1032. Also, such exemption not applicable for cash incomes. Such exemption is not applicable if the parent opts for alternate tax regime. ആ പോയിന്റ് അവിടെ കിട്ടെ, ഞാൻ എന്താ ഉദ്ദേശിച്ചത് പറഞ്ഞുതരാം. സോ ദർ ഇസ് മിസ്റ്റർ എ ആൻഡ് ദർ ഇസ് മിസ്റ്റർ എയുടെ വൈഫ് മിസ് ബി, അവരുടെ ഒരു കുട്ടി. ദിസ് കുട്ടി ഏൺസ് ആൻ ഇൻകം. അങ്ങനെ ഇപ്പോൾ മിസ്റ്റർ എ ആണ് ഈ കുട്ടിയുടെ പേരിൽ, മിസ്റ്ററും ഹസ്ബൻഡും വൈഫും കൂടെ കുട്ടിയുടെ പേരിൽ ബാങ്കിൽ ഒരു 5 കോടി ഇട്ട് വെച്ച് വയ്ക്കുക, ഇൻട്രസ്റ്റ് കിട്ടില്ല. ഈ ഇൻകം
വിൽ ബി ക്ലബ്ഡ് ഇൻ ദ പേരൻസ് ഹാൻഡ്സ്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ക്ലബ് ചെയ്യും. പക്ഷെ എവിടെ? ഇങ്ങോട്ട് പോവോ അത് ഇങ്ങോട്ട് പോവോ അത് ഇങ്ങോട്ട് പോവോ അതെങ്ങനെ തീരുമാനിക്കും? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. Where marriage of the parents subsist, clubbing will be in the hands of the parent with higher total income. ഇപ്പം അച്ഛനും അമ്മയും റിലേഷൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ക്ലബ്ബിംഗ് വിൽ ബി വിത്ത് ഹൂ എവർ ഹാസ് ടോട്ടൽ ഇൻകം മോർ. സേ എയുടെ ഹസ്ബൻഡിൻ്റെ ടോട്ടൽ ഇൻകം 15 lakhs വൈഫിൻ്റെ ടോട്ടൽ ഇൻകം 24 lakhs ബിഫോർ ക്ലബ്ബിംഗ്. അങ്ങനെയെങ്കിൽ ഈ മകൻ്റെ ഇൻകം വൈഫിൻ്റെ കയ്യിലായിരിക്കും ക്ലബ് ചെയ്യുന്നത്. കാരണം വൈഫിനാണല്ലോ കൂടുതൽ ടോട്ടൽ ഇൻകം. നെക്സ്റ്റ്, where marriage does not subsist, clubbing will be in the hands of the custodian parent. അത് മാരേജ് ഇല്ല, ഇവർ പിരിഞ്ഞു, ഇവർ തമ്മിൽ റിലേഷൻ ഇല്ല, പിരിഞ്ഞു, അടിച്ചു പിരിഞ്ഞു. അങ്ങനെയെങ്കിൽ സേ ദി മദർ ഗെറ്റ്സ് ദി കസ്റ്റഡി ഓഫ് ദ ചൈൽഡ്. അല്ലെങ്കിൽ വേണ്ട, തിരിച്ചടാം, ഫാദർ ഗെറ്റ്സ് ദി കസ്റ്റഡി ഓഫ് ദി ചൈൽഡ്. ഫാദറാണ് കസ്റ്റോഡിയൻ. അങ്ങനെയെങ്കിൽ ക്ലബ്ബിംഗ് വിൽ നോട്ട് ഹാപ്പൻ ഹിയർ, ക്ലബ്ബിംഗ് വിൽ ഹാപ്പൻ ഹിയർ, ഈവൻ ദോ ഫാദറിന് ഇൻകം കുറവാണെങ്കിൽ പോലും. ക്ലിയർ? വൺസ് ക്ലബ്ബിംഗ് ഇസ് ഡൺ വിത്ത് വൺ പേരന്റ്, ഇറ്റ് ഷാൽ കണ്ടിന്യൂ സോ അൺലെസ് AO is satisfied. ഇനി ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ചൈൽഡ് ആവാം, അഡോപ്റ്റഡ് ചൈൽഡ് ആവാം, വിഷയമേ അല്ല. മൈനർ മാരീഡ് ഡോട്ടർ ആവാം, വിഷയമേ അല്ല. ക്ലബ്ബിംഗ് നോട്ട് ആപ്ലിക്കബിൾ വൺസ് ചൈൽഡ് അറ്റൈൻസ് മെജോറിറ്റി. ക്ലബ്ബിംഗ് നോട്ട് ആപ്ലിക്കബിൾ ഇഫ് ഇൻകം അക്രൂവിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് മാനുവൽ വർക്ക്. മാനുവൽ വർക്ക് ചെയ്തിട്ടാണ് ക്ലബ്ബിംഗ് ചെയ്യുന്നത്, ഇൻകം ചൈൽഡ് ഏൺ ചെയ്യുന്നെങ്കിൽ അതൊരിക്കലും ക്ലബ് ചെയ്യില്ല. കാരണം അത് ഇല്ലീഗലാണ്. അപ്പോൾ വേറെ നിയമം വരും. ക്ലബ്ബിംഗ് നോട്ട് ആപ്ലിക്കബിൾ ഇഫ് ഇൻകം ഇസ് അക്രൂവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് സ്കിൽ, സ്പെസിഫൈഡ് നോളജ് ഓർ ടാലൻറ്റ് ഓഫ് ദ ചൈൽഡ്. സേ പയ്യനൊരു ക്വിസ് കോമ്പറ്റീഷനുമായി സംസാരിച്ചു, പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രൈസ് മേടിച്ചു 50,000. ഒരിക്കലും ക്ലബ് ചെയ്യില്ല. കാരണം അത് ആ പയ്യൻ്റെ കുട്ടിയുടെ കഴിവിന് കിട്ടിയതാണ്, സ്കില്ലിന് കിട്ടിയതാണ്, അല്ലേ? അങ്ങനത്തെ ഇൻകത്തിന് ആ കുട്ടി ടാക്സ് പേ ചെയ്യുമോ? അതാണ് എൻ്റെ ചോദ്യം. സേ ഈ കുട്ടി ഈ 5 crore അല്ലാണ്ട് വേറെ സേ ഒരു റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാടി ഒരു 2 ലക്ഷം ജയിച്ചു, 2 ലക്ഷം പ്രൈസ് ജയിച്ചു. ഇതിന് നോ ക്ലബ്ബിംഗ്. കാരണം എന്താ? സ്കില്ലിന് കിട്ടിയതാണ്, സ്കിൽ ആൻഡ് നോളജ് കിട്ടും. അപ്പോൾ ക്ലബ്ബിംഗ് ഇല്ല. പക്ഷേ ഇതിന് ഇൻകം ടാക്സിന് ടാക്സ് കിട്ടണ്ടേ? അതൊക്കെ ഈ കുഞ്ഞുകുട്ടി പേ ചെയ്യോ? പക്ഷേ ഈ കുട്ടിക്ക് 8 വയസ്സുള്ളൂ, പേ ചെയ്യോ? ഇല്ല. അവിടെ നിന്ന് സംഭവിക്കാന്നറിയോ? പേരൻസ് ഇല്ലേ, പേരൻസ് വിൽ ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഐദർ ദ മദർ ഓർ ദ ഫാദർ, സേ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വയ്ക്കുക, മദർ അല്ലെങ്കിൽ ഫാദർ ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ടു ഫയൽ ദ റിട്ടേൺ, ഫയൽ ഓൾ ദ ഡോക്യുമെന്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ചൈൽഡ്. പേരൻസ് എല്ലാം ചെയ്ത് കൊടുക്കണം. കാരണം കുട്ടിക്ക് ലീഗൽ മാറ്റേഴ്സ് ഒന്നും അറിയില്ലല്ലോ, അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എപ്പോഴും ഓർക്കുക, ഈ ഇവിടെ 5 കോടിക്ക് ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം കിട്ടി നോക്കി, 10 ലക്ഷം ഇൻട്രസ്റ്റ് കിട്ടി നോക്കി. അത് അച്ഛൻ്റെ അല്ല, അമ്മയുടെ ക്ലബ് ചെയ്ത് നോക്കി, അമ്മയുടെ ക്ലബ് ചെയ്ത് നോക്കി. അമ്മയുടെ ഇൻകം വിൽ ബി 24 lakhs ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ IFOസിൽ ഈ 10 lakhs കൂടെ കയറി വരും, 10 lakhs IFOസിൽ കയറി വരും. പക്ഷേ ഓരോ കുട്ടിയുടെയും പേരിൽ ഓരോ വർഷം 1,500 രൂപ 10 lakhs നിന്ന് കുറയ്ക്കാം. അപ്പോൾ 99,98,500 അത്രയും ക്ലബ് ചെയ്താൽ മതി. 10 lakhs നിന്ന് 1,500 കുറച്ചിട്ട് ക്ലബ് ചെയ്യണ എമൗണ്ടിൽ നിന്ന് കുട്ടിയുടെ ഇൻകത്തിൽ നിന്ന് ഒരു 1,500 കുറച്ചിട്ട് ക്ലബ് ചെയ്താൽ മതി. അതാണ് ഇവിടെ പറഞ്ഞത്, എക്സംഷൻ ഓഫ് 1,500. പക്ഷേ ഒരിക്കലും ഈ എക്സംഷൻ ബെനിഫിറ്റ് കിട്ടില്ല ആ പേരൻസ് ഓൾട്ടർനേറ്റീവ് ടാക്സ് റെജീമിലേക്ക് പോയി കഴിഞ്ഞാൽ. ഈ കുട്ടിയുടെ ഇൻകം ക്യാഷിൽ ഇൻകം ആണെങ്കിലും ഒരിക്കലും ക്ലബിംഗ് ഉണ്ടാവില്ല. ഓക്കെ. When clubbing is not applicable, the parent or guardian has the responsibility to carry out all procedures of income tax. നേരത്തെ പറഞ്ഞല്ലോ, behalf of the child. തീർന്നു. 2 സെക്ഷൻസ് 64(2) ആൻഡ് 65. 64(2) ഒന്നുമില്ല, ഒരു HUFൻ്റെ മെമ്പർ അയാളുടെ സ്വന്തം അസറ്റ് HUFൻ്റെ അസറ്റാക്കി മാറ്റി. ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടി ലാൻഡ്, അത് ഞാൻ HUFന് കൊടുത്തു, എൻ്റെ HUFൻ്റെ ജോയിൻറ്റ് ഫാമിലി പ്രോപ്പർട്ടി ആക്കി മാറ്റി. ഓക്കെ. അങ്ങനെയെങ്കിൽ എനി ഇൻകം അറൈസിങ് ഫ്രം സച്ച് പ്രോപ്പർട്ടി ടു ദി HUF ഷാൽ ബി ക്ലബ്ഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി മെമ്പർ. സോ HUF എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കുറേ ആൾക്കാർ വന്ന ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ദർ ഇസ് ബിഗ് HUF ആൻഡ് ദർ ഇസ് സ്മോൾ 1%. ഈ പെർസെൻ്റ് അസറ്റ് HUFന് കൊടുത്തു. HUFൽ ഇതുപോലെ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വേറെ ആൾക്കാരുണ്ട്. ഓക്കെ. ഇങ്ങനെ വേറെ ഇത്രയും ആൾക്കാരുണ്ട്. ഈ HUFന് അസറ്റ് കൊടുത്തു. അപ്പോൾ ഈ ഇൻകം കൊണ്ട് ഈ HUFന് ആ അസറ്റ് കിട്ടിയല്ലോ, ലെറ്റ് ദിസ് ബി ദി അസറ്റ്, ഈ സ്ക്വയർ ആവട്ടെ അസറ്റ്. ഇത് HUFന് ഇയാൾ കൊടുത്താൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇവർക്ക് കൊടുക്കുന്നു HUF, അതിൻ്റെ വീതി ഇവിടെ കൊടുക്കണു, അതിൻ്റെ വീതി ഇവിടെ കൊടുക്കണു, അതിൻ്റെ വീതി ഇവിടെയും കൊടുക്കണം. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ അസറ്റ് ഇട്ടത് ആരാ? മൂപ്പരായിട്ടത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ് പക്ഷേ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്, അല്ലേ? ഈ കിട്ടുന്ന എല്ലാവരുടെയും ബെനിഫിറ്റ് ഇത് ഇവിടേക്ക് തിരിച്ചൊന്ന് ക്ലബ് ചെയ്യും. ദിസ് വിൽ ബി ക്ലബ്ഡ് ഹിയർ, ദിസ് വിൽ ബി ക്ലബ്ഡ് ഹിയർ, ദിസ് വിൽ ബി ക്ലബ്ഡ് ഹിയർ ആൻഡ് ദിസ് വിൽ ബി ക്ലബ്ഡ് ഹിയർ. പക്ഷേ HUF ഇല്ലാണ്ടായി. HUF ഡിസോൾവ് അല്ല, HUFൻ്റെ വാക്കെന്തായിരുന്നു? HUF ഇസ് വെയിറ്റ്, ഐ ഹാവ് റിട്ടൺ that term here, I think. പാർട്ടീഷൻ ചെയ്തു. HUF പാർട്ടീഷൻ ചെയ്തു. ചെയ്തപ്പോൾ HUF എന്ത് ചെയ്തു? ഈ സ്ക്വയർ അസറ്റില്ലേ, ഈ സ്ക്വയർ അസറ്റിനെ എടുത്തിട്ട്
ഒരു ചെറിയ സ്ക്വയർ ഇവന് കൊടുത്തു, 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 ഒരു ചെറിയ സ്ക്വയർ ഇവനും കൊടുത്തു. അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എച്ച് എഫ് ഇല്ലല്ലോ ഇപ്പോൾ, ഈ സ്ക്വയറും ഇല്ലാണ്ടായി അല്ലേ, എച്ച് എഫ് ഇല്ലാണ്ടായി. അങ്ങനെയെങ്കിൽ ആ സ്ക്വയറിൽ നിന്ന് കിട്ടുന്ന എനിക്ക് അവൻ്റെ ഇവിടത്തെ എനിക്ക് ഇവിടെ, ഇവിടത്തെ എനിക്ക് ഇവിടെ, ഇവിടത്തെ എനിക്ക് ഇവിടെ, ഇവിടത്തെ എനിക്ക് ഇവിടെ, നോ ക്ലബിങ്. അവർക്ക് അവരുടേതായ കിട്ടിയ ഷെയർ എന്താ അതിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ലാസ്റ്റ് വൺ പോയിന്റ്, സെക്ഷൻ 65 ലയബിലിറ്റി ഓഫ് ദി ട്രാൻസ്ഫറി. ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്പെഷ്യൽ സെക്ഷനാണ്. ഇറ്റ്സ് കോൾഡ് റിക്കവറി ഓഫ് ടാക്സ് ഫ്രം ട്രാൻസ്ഫറി. അത് അസസിംഗ് ഓഫീസർ ഹാസ് ദി പവർ ഫോർ റിക്കവറി ഓഫ് ടാക്സ് ഫ്രം ദ പേഴ്സൺ ടു ഹൂം ആക്ച്വലി ഇൻകംസ് അക്രൂഡ്. അതിപ്പോൾ ഇത്ര നേരം പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഫറിൻ്റെ കയ്യിൽ ക്ലബ് ചെയ്ത് ടാക്സ് അടയ്ക്കണം എന്നാണല്ലോ. പക്ഷെ എങ്ങനെ അസസിംഗ് ഓഫീസറിന് തോന്നുക, വേണ്ട ഞാനേ ആ ഇൻകം കിട്ടിയവൻ്റെ തന്നെ ടാക്സ് പിടിക്കാം, അവനറിയാമായിരുന്നല്ലോ ചെയ്യാൻ പാടില്ലായിരുന്നു, രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തല്ലേ ഇത്, ഇങ്ങനെ നിയമം ഉണ്ടായിരുന്നു, എന്നിട്ട് അവനും കൂടെ ഈ തെറ്റിന് ഭാഗമായില്ലേ. ഇപ്പം ഞാൻ ഈ ക്ലബിങ്ങിനൊന്നിനും ഞാൻ കാത്തിരിക്കണില്ല, എന്തെങ്കിലും ക്ലബിങ് ചെയ്യണം, പക്ഷെ തൽക്കാലം ഞാൻ അവൻ്റെ തന്നെ ടാക്സ് എടുക്കുകയാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ there is one person, there is another person, അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ഇവിടെ ഇൻകം കിട്ടി, ഇവിടെ നിന്ന് അസറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ഇതിങ്ങോട്ട് ക്ലബ് ചെയ്യേണ്ടതാണ്, പക്ഷെ ക്ലബ് ചെയ്യാനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്യണില്ല, നീ തന്നെ ടാക്സ് അടയ്ക്കുക അസിംഗ് ഓഫീസർ പറയുക. മനസ്സിലായോ? അസിംഗ് ചെയ്യാൻ തോന്നിയാൽ മാത്രം കേട്ടോ. സോ ദ അസിംഗ് ഓഫീസർ ഹാസ് ഈ പവർ ടു റിക്കവർ ടാക്സ് ഫ്രം ദി പേഴ്സൺ ടു ഹൂം ഇൻകം ഇസ് അക്രൂയിങ് ഏൺഡ് ബൈ. ഓക്കെ, സോ റൈറ്റ്, അത്രേ ഉള്ളൂ ക്ലബിംഗ് ഓഫ് ഇൻകം. ഐ തിങ്ക് യു ഗോട്ട് എ റിയലി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. കുറച്ച് ഷോർട്ട് സ്മോൾ ടോപ്പിക്കാണ്, ബട്ട് കഥ പറയാനാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി. പറയണമെങ്കിൽ 4 പേജേ ഉള്ളൂ, 4 പേജേ ഉള്ളൂ, 110 തൊട്ട് 114 വരെ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ് ഫോർ ക്ലബിംഗ് ഓഫ് ഇൻകം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്, പ്ലീസ് ഡു റീച്ച് ഔട്ട്, പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. എൻ്റെ നമ്പറും എൻ്റെ ഇമെയിൽ ID എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. So we'll see you in the next video. In the next video, we'll learn about set off and carry forward of losses. Very interesting video. Idum kuda kazhinjal we finish everything for gross total income. But yes, appa adutha video kaanam. Aduvare I wish you the very best, a very good day or very good night now. Take care of yourself, take care of your health, take care of your family. I'll see you in the next one. Till then, thank you and goodbye.